ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ ഒരു ദിവസം കൂടെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. ഈശോയ്ക്ക് നന്ദി പറയാം. പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി നമ്മൾ പോവാണ്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് നമുക്ക് കിടക്കാൻ വേണ്ടി പോകാം. കുറേ പേരൊക്കെ കുറേ പേരല്ല, കുറച്ച് പേരിങ്ങനെ ഇമെയിലൊക്കെ അയച്ചത് വായിക്കുകയുണ്ടായി. അതായത് രാത്രി കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് രാവിലെയൊക്കെയാണ് കേൾക്കുന്നത്. നിങ്ങൾ എപ്പോഴാണെങ്കിലും കേട്ടാൽ മതി കേട്ടോ. കർത്താവിൻ്റെ വചനം ഏത് സമയത്ത് നിങ്ങൾ കേട്ടാലും അതൊരു അനുഗ്രഹമായിട്ട് മാറും. നിങ്ങൾ കേട്ടാൽ മാത്രം പോരാ, സ്നേഹത്തോടെയുള്ള ഒരു റിക്വസ്റ്റാണ്. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ അങ്ങനെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. ഒരു 10 പേർക്ക് എല്ലാ ദിവസമൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് ആ വചനം എത്തുകയും ഒരുപാട് പേർക്ക് അത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും വലിയൊരു ആശ്വാസമാവുകയും ശക്തിയാവുകയും വലിയ കൃപയായിട്ട് തീരുകയും ചെയ്താൽ നമ്മളും ആ സുവിശേഷ ശുശ്രൂഷയുടെ ഭാഗമായി തീരുകയാണല്ലോ. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈശോ ഒരു പ്രചോദനം തരട്ടെ. പരിശുദ്ധാത്മാവ് വചനത്തോടുള്ള സ്നേഹം തരട്ടെ. മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാനുള്ള ഒരു ഓപ്പൺനെസ്സും നമ്മുടെ ഉള്ളിൽ അത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യമാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ പോവുക. മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ബൈബിൾ ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു വായിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഫുള്ളായിട്ടൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഒന്നുകൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ഫുള്ളായിട്ട് വായിക്കാൻ നല്ലതാണല്ലോ. ഇപ്പം ഞാൻ എപ്പോഴും ബൈബിൾ വായന തുടങ്ങുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. എൻ്റെ ഒരു ശീലമാണ്. അങ്ങനെ വായിച്ചു തുടങ്ങിയതാണ് എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം വായിച്ച് തുടങ്ങിയപ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ വായിച്ച് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ചിന്ത കിട്ടിയ ഒരു കാര്യം നിങ്ങളോടായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. നമുക്കെല്ലാം ഇങ്ങനെ ചില സമയത്തൊക്കെ ഇങ്ങനെ തോന്നാറില്ലേ, ഇത് എന്നെ ഒന്നും വലിയ കൊള്ളത്തില്ല, എന്നെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നെ വലിയ സ്നേഹമൊന്നുമില്ല, എന്നെ ആർക്കും വേണ്ട എന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ അടുത്ത് നമുക്ക് അധികം കൂട്ടുകാരില്ല, ഒത്തിരി പേരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനത്തെയൊക്കെ ചില സങ്കടങ്ങൾ നമുക്കുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ തന്നെ കുറവുകൾ കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കളിയാക്കിയത് കൊണ്ട് നമുക്ക് ചില കുറവുകളുണ്ട് നമുക്ക് തോന്നിപ്പോയതായിരിക്കും. ഏത് കാരണമായാലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇന്ന് രാത്രി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ആർക്കും വേണ്ടാന്ന് തോന്നുന്ന ഒരു ജീവിതമാണെങ്കിൽ പോലും, എല്ലാവരും തഴഞ്ഞു വിട്ടൊരു ജീവിതമാണെങ്കിൽ പോലും നമ്മളെ വേണ്ട ഒരാളുണ്ട്. ആരാണ്? ഉത്തരം പറ. നമ്മളെ വേണ്ട ഒരാളുണ്ട്. ഈശോയാണല്ലേ. നമ്മളിപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും നമ്മളെ ആർക്കും വേണ്ട നമുക്ക് തന്നെ തോന്നിപ്പോയാലും ഒരാൾക്ക് നമ്മളെ എന്തായാലും വേണം, ഈശോയ്ക്ക്. അങ്ങനെ ഒരു ബോധ്യം നൽകുന്ന ഒരു വചനഭാഗമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം അതിൻ്റെ 40 മുതലുള്ള വാക്യങ്ങളാണ്. ഒരു കുഷ്ഠരോഗിയാണ്. നമുക്കറിയാലോ ഇസ്രായേലിൻ്റെ സാഹചര്യമൊക്കെ അനുസരിച്ച് കുഷ്ഠരോഗം എന്നൊക്കെ പറഞ്ഞാൽ ആ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പണിയാണത്. അയാൾ ശപിക്കപ്പെട്ട ആളാണ്. ദൈവം പോലും കൈവിട്ടു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടൊക്കെയാണ് അന്നത്തെ കാലത്ത് കുഷ്ഠരോഗത്തെ കണ്ടുകൊണ്ടിരുന്നത്. അയാളുടെ അടുത്തേക്ക് ആൾക്കാർ പോകത്തില്ല. ഇത്ര ദൂരമൊക്കെ അയാളിൽ നിന്ന് മാറി നിൽക്കും. അയാളൊക്കെ നടന്നു നീങ്ങുമ്പോൾ മണിയൊക്കെ അടിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ പറയാം. കാരണം അടുത്ത് വരുന്നവരൊന്നും അയാളുടെ അടുത്തേക്ക് ആരും വരരുത്. വന്ന് അവർക്കൊക്കെ അസുഖം പിടിക്കും. പിന്നെ അവർ ശപിക്കപ്പെട്ടവരാകും. അതുകൊണ്ട് ഈ കുഷ്ഠരോഗിയുടെ അടുത്തേക്കൊന്നും ആരും പോകത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ശപിക്കപ്പെട്ട ജീവിതം, ആർക്കും വേണ്ടാത്തൊരു ജീവിതം, ആരും മൈൻഡ് ചെയ്യാത്ത ജീവിതം. പക്ഷെ എന്നാ സംഭവിച്ചേ? നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പോലെയാണ് സംഭവിച്ചത്. 40-ാമത്തെ വാക്യം വായിക്കണം. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈ കുഷ്ഠരോഗിക്ക് ഒറ്റ കാര്യം ഉറപ്പുണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു അയാൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഉറപ്പും. എന്താണത്? ആരൊക്കെ മാറി നിന്നാലും ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും ഞാൻ അടുത്തേക്ക് ചെന്നാൽ എന്നെ തള്ളിപ്പറയാത്ത, എന്നെ കേട്ടിരിക്കുന്ന ഒരാളുണ്ട്. ആര്? ഈശോ. അതുകൊണ്ട് അയാൾ ഈശോയുടെ അടുത്തേക്ക് ചെന്നു, മുട്ടുകുത്തി നിന്നിട്ട് പറഞ്ഞു, കർത്താവേ എനിക്ക് സൗഖ്യം വേണം, എന്നെ ശുദ്ധനാക്കണം. അടുത്ത വചനം ശ്രദ്ധിച്ചേ, 41-ാമത്തെ വാക്യം. അത് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തിയിടണം കേട്ടോ. ഈശോ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. തൽക്ഷണം അവൻ സൗഖ്യം പ്രാപിച്ചു എന്ന് പറയാം. നിങ്ങൾ 41-ാമത്തെ വാക്യം ഒന്ന് അടയാളപ്പെടുത്തിയിടണം കേട്ടോ. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു. ഈശോ ചെയ്ത കാര്യങ്ങൾ നോക്കി, ചുമ്മാ പെട്ടെന്ന് സൗഖ്യം കൊടുക്കുകയല്ല. ഈശോയ്ക്ക് ആദ്യം കരുണ തോന്നി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കാവോ? ഞാനും നിങ്ങളുമൊക്കെ എന്ത് സങ്കടമായിട്ട്, എന്ത് കുറവുകളായിട്ടൊക്കെ ഈശോയുടെ മുമ്പിൽ ചെന്നാലും ഈശോയ്ക്ക് ലോകത്തിൽ ആർക്കും നമ്മളോടൊരു മൈൻഡ്, ഒരു സ്നേഹവും ഒരു കരുണയും തോന്നില്ലെങ്കിലും എന്നോടും നിന്നോടും ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഈശോയ്ക്കുള്ള വലിയൊരു കാര്യമാണ് നിന്നോട് അവനൊരു കരുണ തോന്നുന്നുണ്ട്, നിന്നോടൊരു വലിയ സ്നേഹം തോന്നുന്നുണ്ട്. കരുണ തോന്നുന്നത് മാത്രമല്ല, അവൻ നിന്റെ നേരെ കൈ നീട്ടുന്നുണ്ട്. നീ കിടക്കുന്നൊരു കുഴി അവനറിയാം. നീ കടന്നു പോകുന്ന സങ്കടങ്ങൾ അവനറിയാം. നീ ഇപ്പോൾ കടന്നു പോകുന്ന ആ കീറി മുറിക്കപ്പെട്ട അനുഭവങ്ങളെ ഈശോയ്ക്ക് അറിയാം. അങ്ങോട്ട് കൈ നീട്ടുന്നുണ്ട്. ആരുമില്ല കൈ നീട്ടാൻ, കയ്യെ പിടിക്കാൻ, തോളെ ചേർത്ത് പിടിക്കാൻ, എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുറത്തുനിന്ന് തട്ടി ആശ്വസിപ്പിക്കാൻ പോലും ഒരാളില്ല. പക്ഷേ ഒരാളിവിടെ ഉണ്ട്. ഈശോ നിന്റെ നേരെ കൈ നീട്ടിയെന്ന് മാത്രമല്ല, അവൻ നിന്നെ തൊടുന്നു, നിന്നെ സ്പർശിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ പറഞ്ഞു, അവൻ സംസാരിക്കുന്നു. ഒരാൾ പോലും അടുത്ത് നിൽക്കാനോ സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനോ ഒന്നും മിണ്ടാൻ പോലും ഒരാളില്ലാന്ന് തോന്നുമ്പോൾ ദേ ഈ ഒരു തോന്നൽ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം. പരിശുദ്ധാത്മാവ് തരുന്ന ഒരു തോന്നലാണത്. നിനക്കാരില്ലേലും ഈശോ ഇവിടെ ഉണ്ട്. നിനക്ക് ഓടിച്ചെന്ന് മുട്ടുകുത്താൻ, നീ ചെന്ന് അടുത്ത് ചെന്നാൽ
നിന്നോട് കരുണ തോന്നി, നിന്നെ സ്പർശിച്ച്, നിന്റെ നേരെ കൈ നീട്ടി നിന്നോട് സംസാരിക്കാൻ കുഞ്ഞെ നിനക്ക് ഒരാളുണ്ട്. ഈശോ. എന്നാ വിഷമം വന്നാലും ഓടിക്കണം കേട്ടോ ഈശോയുടെ അടുത്തേക്ക്. ആ സ്നേഹമൊന്നും നമുക്ക് പറഞ്ഞാൽ തീരത്തില്ലെന്നേ. നമ്മളിപ്പോൾ ഈ വർഷം മുഴുവൻ ഈ ടോക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും 365 ദിവസവും സംസാരിച്ചുകൊണ്ടിരുന്നാലും തീരാത്തൊരു കാര്യമാണ് ഈശോയുടെ സ്നേഹം. അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് പിടികിട്ടത്തുള്ളൂ. ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ അനുഭവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എനിക്കും കൂടുതൽ കൂടുതൽ ഈശോ അനുഭവിക്കാൻ സാധിക്കട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക. കൂടുതൽ കൂടുതൽ ഈശോയുടെ സ്നേഹം അറിഞ്ഞ് ഓരോ ദിവസവും ശക്തിപ്പെട്ട് അഭിഷേകത്തോടെ മുമ്പോട്ട് പോകും. ഒറ്റ ദിവസം കൂടി ഈശോ നമുക്ക് തന്നു. ഇന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങണം. നാളെ ഈശോയുടെ സ്നേഹത്തിൽ, അവൻ്റെ കരുണയിൽ അവൻ കൈനീട്ടുന്നുണ്ട്, അവൻ സംസാരിക്കുന്നുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ധൈര്യത്തോടെ മുമ്പോട്ട് പോകണം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.